ഹരിതം ടി വി ചാനലിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് വിചിന്തനം ചെയ്യുന്നത് കൊല്ലവർഷം 1202 പുതുവർഷം വന്നു ചേരും. ഒരു വർഷത്തെ ഫലം അത് മേടം രാശിക്കാരായിരിക്കുന്ന അശ്വതി, ഭരണി, കാർത്തിക എന്നീ നക്ഷത്രക്കാരുടെ ഫലമാണ് പറയുന്നത്. അത് മേടം രാശിക്കാരാണ്. മേടം രാശിക്കാരെ സംബന്ധിക്കുന്നിടത്തോളം കൊല്ലവർഷം 1202 അഭിവൃദ്ധിയുടെയും നേട്ടങ്ങളുടെയും സൗഭാഗ്യങ്ങളുടെയും വർഷമാണ്. അതായത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം ഇപ്പോൾ 4-ാം ഭാവത്തിൽ ഉച്ചം ചെയ്ത് നിൽക്കുകയാണ്. മേടം രാശിയെ സംബന്ധിക്കുന്നിടത്തോളം ഏറ്റവും വലിയ ഭാഗ്യാധിപൻ കൂടിയായിരിക്കുന്ന വ്യാഴമാണ് ഉച്ചം ചെയ്ത് സുഖസ്ഥാനത്ത് നിൽക്കുന്നത്. വക്രത്തിൽ പോയാലും മേടം രാശിക്കാർക്ക് സർവ്വ ഐശ്വര്യങ്ങളുമാണ് ഈ വർഷം വന്നു ചേരുക. വ്യാഴത്തിൻ്റെ അനുഗ്രഹം നല്ലതുപോലെ ഉണ്ടാകും. കൂടാതെ രാശിയുടെ അധിപനായിരിക്കുന്ന ചൊവ്വ തൻ്റെ ഇഷ്ടഭാവങ്ങളിലൂടെ, അതായത് സ്വക്ഷേത്രത്തിലൂടെയും ഉച്ചക്ഷേത്രത്തിലൂടെയും ബന്ധുക്ഷേത്രത്തിലൂടെയും സമക്ഷേത്രത്തിലൂടെയും സഞ്ചരിക്കുമ്പോൾ നേട്ടങ്ങൾ വരും. അത് ആരോഗ്യം പൊതുവെ തൃപ്തികരമായിരിക്കും. ശ്രേയസ്സും യശസ്സും വന്നു ചേരും. അതുപോലെ തന്നെയാണ് ഭൂമി വന്നു ചേരുക. ഉത്തമമായ ഒരു ഭൂമി വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഭൂമി വന്നു ചേരുവാൻ യോഗമുണ്ട്. ഭൂമി സംബന്ധമായ കടങ്ങളൊക്കെ തീർന്ന് സ്വസ്ഥമാകുവാൻ യോഗമുണ്ട്. സഹോദരസ്ഥാനീയരെ ഉയർന്ന രീതിയിലേക്ക് ഉയർച്ച പ്രാപിക്കുവാൻ യോഗമുണ്ട്. അതുപോലെ സഹോദരസ്ഥാനീയരോ സുഹൃത്തുക്കളോ ഒക്കെ സഹായിക്കുന്നതിന് യോഗമുണ്ട് പരസ്പരം. അങ്ങനെ ചൊവ്വ എല്ലാവിധ അനുഗ്രഹങ്ങളും തരും. അതുപോലെ തന്നെ അധിക സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനും പാടില്ല. അതായത് ചൊവ്വ ചില സന്ദർഭങ്ങളിലെങ്കിലും അനിഷ്ടഭാവങ്ങളിലൂടെ ശത്രുവിനോട് യോഗം ചെയ്തോ ഒക്കെ സഞ്ചരിക്കുന്ന സമയങ്ങൾ വരുന്നുണ്ട്. ആ സമയങ്ങളിൽ സാഹസികമായ കാര്യങ്ങളിൽ ഏർപ്പെടുവാനായിട്ട് തോന്നും. അത് മനസ്സ് നെഗറ്റീവായിട്ട് ചിന്തിച്ചു എന്ന് വരാം. അതൊക്കെ ഒഴിവാക്കുക. വിജയം തേടി വരും. അതുപോലെ തന്നെ അപ്രതീക്ഷിതമായ ധന ആഗമന യോഗമുള്ള ഒരു വർഷമാണ്. അതായത് ധനഭാവത്തിൻ്റെ അധിപനായിരിക്കുന്ന ആ ശുക്രൻ ബലവാനായിട്ട് വരുന്ന സന്ദർഭങ്ങളിൽ ഏതാനും മാസങ്ങളിൽ അപ്രതീക്ഷിതമായ ധനലാഭം വന്നു ചേരും. എല്ലാ മാസവും എല്ലാ കാലവും എല്ലാ വർഷവും ഒന്നും നമുക്ക് തുണയായിട്ട് നിൽക്കുകയില്ല. എന്നാൽ മേടം രാശിക്കാർക്ക് 1202 ഏതാനും മാസങ്ങളെങ്കിലും അപ്രതീക്ഷിതമായ ധനാഗമന യോഗം ഉണ്ടായി സുഖലോലുപമായിട്ടോ ആഡംബര ജീവിതം നയിക്കുന്നതിനൊക്കെ യോഗമുണ്ട്. കലാകാരന്മാരായിരിക്കുന്നവർക്ക് ഉത്തമമാണ്. തന്നാൽ ഭരിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് നല്ല വിജയങ്ങൾ വന്നു ചേരുക. അത് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമാണ്. വിദ്യാഭ്യാസ രംഗത്തായാലും തൊഴിൽ രംഗത്തായാലും ഒരു കുടുംബത്തെ കാര്യങ്ങൾ നോക്കുന്നവരായാലും അവർക്ക് വളരെ നല്ല തീരുമാനങ്ങൾ എടുക്കുവാനും നല്ല രീതിയിൽ വിജയിക്കുവാനും സാധിക്കും. ദൈവാനുഗ്രഹം ഉണ്ടല്ലോ. വിദ്യാർത്ഥികളായിരിക്കുന്നവർക്ക് വിദ്യാവിജയങ്ങൾ വന്നു ചേരും. കലയുമായി ബന്ധപ്പെട്ടോ അതിൻ്റെ ആവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും പഠിക്കുന്നവർക്കും ഒക്കെ വിജയങ്ങൾ സൂചകമാണ്. ദമ്പതികളായിട്ടുള്ളവർക്ക് ഐശ്വര്യപൂർണമായ കാലം. ഒരു വിവാഹം വന്ന് നടക്കുന്നതിനും ഒക്കെ യോഗമുണ്ട്. വിവാഹം ആലോചിക്കുന്ന യുവാക്കളായിരിക്കുന്ന അല്ലെങ്കിൽ മധ്യവയസ്കരായിരിക്കുന്ന ഏജ് ഓവറായിട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് വിവാഹം വന്ന് നടക്കുവാൻ യോഗമുണ്ട്. സൗഭാഗ്യങ്ങൾ വന്നു ചേരും. ദമ്പതികളായിട്ടുള്ളവർ പിണങ്ങി നിൽക്കുന്നവരാണ് എങ്കിൽ പോലും ഐശ്വര്യപൂർണമായ കുടുംബജീവിതം നയിക്കുവാൻ അനുനയ രീതിയിൽ കൂടി സന്തോഷത്തോടുകൂടി പ്രശ്നങ്ങൾ പറഞ്ഞ് പരിഹരിച്ച് കേസും ഒക്കെ ആയിട്ട് നിൽക്കുന്നവരാണ് എങ്കിൽ പോലും അതിന് സാധിക്കും. അങ്ങനെയുള്ള ഒരു വർഷമാണ്. ഉല്ലാസയാത്ര പോകുന്നതിനോ പുണ്യസ്ഥലങ്ങൾ സന്ദർശിക്കുന്നതിനും മംഗളകാര്യങ്ങളിൽ പങ്കെടുക്കുവാനും ഒക്കെ യോഗമുണ്ട്. എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. ഓരോ തൊഴിലുകൾ ചെയ്യുന്നവർ അത് പ്രത്യേകം എടുത്ത് പറയുവാൻ എല്ലാം പറ്റുകയില്ല. എങ്കിലും മെഡിക്കൽ രംഗങ്ങളിൽ ജോലി ചെയ്യുന്നവരായാലും അതിൻ്റെ അവാന്തര വിഭാഗങ്ങളിൽ ജോലി ചെയ്യുന്നവരോ സാങ്കേതിക വിദ്യാരംഗവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർ, അധ്യാപകർ, ഗവൺമെൻറ് ജീവനക്കാർ, വാഹന സംബന്ധമായിട്ട് ജോലികൾ ചെയ്യുന്നവർ,
അതുപോലെ തന്നെ ഒരു ഹോം നേഴ്സായിട്ട് ജോലി ചെയ്യുന്നവരോ എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ് പോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നവരോ ഒരു ഓട്ടോറിക്ഷ ഓടിക്കുന്ന തൊഴിലാളികളായാലും തീരദേശവുമായി ബന്ധപ്പെട്ട് മത്സ്യബന്ധനവും വ്യാപാരവും വിപണനവുമായി ബന്ധപ്പെട്ട ജോലികൾ ചെയ്യുന്നവർക്കും ഒക്കെ അനുകൂലമാണ്. പ്രായമായവർക്കും കൊച്ചുകുട്ടികൾക്കും ഒക്കെ പൊതുവെ നല്ല ഒരു അവസരം, മക്കളോടൊക്കെ ഒത്ത് പ്രായമായ മാതാപിതാക്കൾക്ക് സന്തോഷകരമായ കുടുംബജീവിതം നയിക്കുവാനൊക്കെ സാധിക്കുന്ന ഒരു വർഷമാണ്. ഏറ്റവും പ്രധാനമായിട്ട് മുരുകനെ പ്രാർത്ഥിക്കുക, എല്ലാവിധ ഐശ്വര്യങ്ങളും വന്നു ചേരും. അതുപോലെ തന്നെ ആവശ്യമാണ് ശാസ്താവിൻ്റെ അനുഗ്രഹവും. ശനിപ്രീതികരമായ കാര്യങ്ങളും ചെയ്യും. 7.5 ശനിയൊക്കെ ഉള്ള സമയമാണ്. എല്ലാ കാര്യങ്ങൾക്കും അതീവ ജാഗ്രത ആവശ്യമാണ്. ഞാൻ ഹരികുമാർ, ദേവി ജ്യോതിഷാലയം, കാവുംപടി, മണർകാട്, കോട്ടയം. ഈ ചാനൽ പേരും നക്ഷത്രവും ചേർത്ത് കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുന്നവർക്കും വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുന്നതാണ്. അതായത് നിങ്ങളുടെ പ്രശ്നം എന്തുവാകട്ടെ അത് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ, അതായത് ഏതെങ്കിലും തരത്തിലുള്ള തൊഴിൽ തടസ്സമോ വിദ്യാ തടസ്സമോ ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങളും ഒക്കെ നോക്കിയിട്ട് അതിന് പരിഹാരം നിശ്ചയിക്കുവാൻ നേരിട്ട് വരുന്നതിനോ ഫോൺ വിളിച്ച് ചോദിക്കുന്നതിനും അവസരമുണ്ട്. എല്ലാവർക്കും നന്മ വരുവാനായിട്ട് പ്രാർത്ഥിക്കും.